ദൈവമാതാവിൻ്റെ ഈ പെരുന്നാളിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദൈവമാതാവ് മറ്റുള്ള എല്ലാ വിശുദ്ധരിലും ഏറ്റവും ശ്രേഷ്ഠമായി നാം കരുതുന്ന ശുദ്ധിമതിയാണ്. ദൈവത്തിൻ്റെ അമ്മ എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീരത്നം, ഒരു മഹിള, കന്യക, അവളുടെ ജീവിതം മൂലം ലോകത്തിന് രക്ഷയും സമാധാനവും പ്രത്യാശയും ഉളവായി എന്നുള്ളതാണ് ആ കന്യകയുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് ഉളവായതായ ഭാഗ്യം. അങ്ങനെ ആ കന്യകയുടെ പേരിൽ അല്ലെങ്കിൽ ആ കന്യകയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ നിന്ന് നമുക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ കന്യകയിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ഉദിക്കുകയാണ്. സാധാരണ ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്നതായ സംജാതമാകുന്നതായ ശിശു ആയിരുന്നില്ല യേശു തമ്പുരാൻ. ദൈവത്തിൻ്റെ പുത്രനാകുന്നു. പുരുഷ സംസർഗം കൂടാതെ അവൻ ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ കന്യക പ്രസവിച്ച് ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രന്റെ മാതാവാകുകയാണ്. പലപ്പോഴും ആദിമകാലം മുതൽ തന്നെ ചോദിച്ചിരുന്നതായ ചോദ്യമാണ്, എങ്ങനെ ഒരു സ്ത്രീക്ക് പുരുഷ സംബന്ധം കൂടാതെ ഒരു മകൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ശിശു ജനിക്കുമെന്ന്. അതിന് പറയുവാനായിട്ടുള്ളതായ ഒന്നാമത്തെ കാരണം, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് വചനരൂപത്തിൽ കന്യകയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവളിൽ നിന്ന് ജഡം ധരിച്ച് ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജഡം ധരിച്ച് നമ്മിൽ ഒരാളായി നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി. സൃഷ്ടികർമ്മം നാം പരിശോധിക്കുമ്പോൾ യഹോവയാം ദൈവം കൽപ്പിക്കുമ്പോൾ മനുഷ്യൻ ഉണ്ടാവുകയാണ്. അവനെ സൃഷ്ടിച്ച അവന്റെ ഉള്ളിൽ അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുമ്പോൾ അവിടെ സൃഷ്ടികർമ്മം നടക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും അതുപോലെ ബുധനാഴ്ച ദിവസവും പാടുന്നതായ പാട്ടില് പറയുന്നുണ്ട്, കുഞ്ഞാടിനെ വൃക്ഷം നൽകി, മീൻ എസ്തീറായി നൽകി. ഇത് രണ്ടും പഴയ നിയമത്തിൽ സംഭവിക്കുന്നതാണ്. യഹൂദന്മാര് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് സംശയിക്കുമ്പോൾ അവർക്ക് പിതാക്കന്മാർ നൽകുന്നതായ ഉത്തരമാണ് ഇതാ. അവർ വിശ്വസിക്കുന്നതായ കാര്യം അവർ തെറ്റെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ലല്ലോ. കുഞ്ഞാടിനെ വൃക്ഷം നൽകുന്നതാ, മത്സ്യത്തിന്റെ വായിൽ നിന്ന് എസ്തീറ നൽകുന്നതായ കാര്യം ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ ദൈവത്തിന് കന്യകയുടെ ഉദരത്തിൽ നിന്ന് അവളുടെ കന്യകാത്വത്തിന് ഭംഗം കൂടാതെ ഒരു പുത്രനെ ഉളവാക്കുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം നമ്മെ ഓർപ്പിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇതാണ് കന്യക മറിയാമിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ലോകത്തിന് ക്രിസ്തുവിനെ ദാനം ചെയ്യുവാൻ അവൾ ഇടയായി. രണ്ടാമത്തെ സ്വർഗം എന്ന് വിളിക്കപ്പെട്ടു. മണവറയായി തീർന്നു, ക്രിസ്തുവിനെ മണവാട്ടിയായി മണവറയായി തീർന്ന പരിശുദ്ധ അമ്മ, വിശുദ്ധിയുടെ കേദാരം, കരുണയുടെ ഉറവിടം, ദൈവാനുസരണയുടെ പ്രഭവസ്ഥാനം. ഇങ്ങനെ കന്യക മറിയാം ഈ ലോകത്തിന് വെളിച്ചമായി, ഈ ലോകത്തിന് രക്ഷയായി, ഈ ലോകത്തിന് സന്തോഷം നൽകുന്നവളായി തീർന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഒന്ന് ചിന്തിക്കുവാനായി ഈ സമയം വിനിയോഗിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ വേദപുസ്തകത്തില് നോക്കുമ്പോൾ അധികം ഒന്നും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒരു 3-4 ഭാഗത്താണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ ദൈവദൂതനോട്, അല്ലെന്നുണ്ടെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനോട്.
ഇവിടെ കന്യക അധികമൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ ധാരാളം കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുകയാണ്. ദൈവസന്നിധിയിൽ അതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവൾ ദൈവത്തിൻപാകെ രഹസ്യമായി സംസാരിക്കുകയാണ്. ദൈവത്തോടാണ് അവളുടെ സംസാരം മുഴുവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഈ ലോകത്തിൽ വാചാലരാകുന്നവരാണ്. ഈ വാചാലത നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്കോ നമ്മുടെ മാഹാത്മ്യത്തിനോ ഒക്കെ വേണ്ടി നാം ഉപയോഗിച്ചേക്കാം. എന്നാൽ കന്യകയുടെ ജീവിതം കൂടുതൽ മൗനത്താൽ മുഖരിതമായിരുന്നു. അത് മൗനമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പലയിടത്തായിരുന്നതായ ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടുമ്പോൾ അവർക്ക് നേതൃത്വം നൽകുന്നത് പരിശുദ്ധ കന്യകയാണ്. സിഹ്യോൻ മാളികയിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നിടവരെയും നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വിട്ടുപോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിനെന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതായ ആ പ്രയാസങ്ങളൊന്നും നാം ഒന്നും അനുഭവിച്ചിട്ടില്ല. അമ്മ കടന്നു പോയിട്ടുള്ളതായ വഴികളിലൂടെ നാം ഒന്നും കടന്നു പോയിട്ടില്ല. പക്ഷെ എപ്പോഴും നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പനി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ വല്ലാതെ സംസാരിക്കാറുണ്ട്, വല്ലാതെ മുറുമുറുക്കാറുണ്ട്, വല്ലാതെ പിറുപിറുക്കാറുണ്ട്. നമ്മളൊക്കെ ഒത്തിരി സംസാരിക്കുന്നവരാണ്. അത് പലപ്പോഴും ദൈവത്തിന്റെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? അമ്മയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവളായി തീരുവാൻ നമുക്ക് കഴിയുമോ? അവനെ നമ്മുടെ ശരണമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയുമോ? യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ വിശ്വസ്തനാകുന്നു എന്നുള്ളതായ ആ മൊഴി പ്രകാരം അവൻ നല്ലവനും വിശ്വസ്തനുമാകുന്നു, അവൻ ഇസ്രായേലിന് നല്ലവനാകുന്നു എന്ന് പറയുക ദാവീദിനെ പോലെ നമുക്കും അവനെ പൂർണ്ണമായും ശരണപ്പെടുവാൻ, എന്റെ കോട്ടയും എന്റെ അഭയവും എന്റെ ഗോപുരവുമാകുന്നു യഹോവ എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ദൈവം കന്യക മറിയാം ദൈവത്തോട് സംസാരിച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കാം. രണ്ടാമതായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കന്യക മറിയാമിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിലുള്ളതായ ഒരു ഡെഡിക്കേഷൻ മാത്രമായിരുന്നില്ല, ഒരു സമർപ്പണം മാത്രമായിരുന്നില്ല. അത് ലോകത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ കൂടെയുള്ളവരോട് ചേർന്ന് ജീവിക്കുവാൻ കന്യകയ്ക്ക് കഴിഞ്ഞു. ഏതൊരാവശ്യ സമയത്തും ആവശ്യക്കാരുടെ അടുക്കൽ അമ്മ ഓടിച്ചെല്ലുന്നതായിട്ട് നാം കാണുന്നു. തന്റെ ബുദ്ധിമുട്ടുകളൊന്നും വകവെക്കാതെയാണ് അമ്മ എലിസബത്തിന്റെ അടുക്കലേക്ക് പോകുന്നത്. അവിടെ എലിശബയുടെ അടുക്കൽ പോയി ആ വൃദ്ധയായ സ്ത്രീക്ക് വേണ്ടുന്നതായ എല്ലാ പരിചരണവും നൽകുകയാണ്. കാനാവിലെ ആ കല്യാണ വിരുന്നിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ഏകപുത്രനോട് അപേക്ഷിക്കുകയാണ്. കുരിശിന്റെ ചുവട്ടിലും മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുകയാണ്. തനിക്കിതൊക്കെ അറിയാമെങ്കിലും മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി അവരോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആവശ്യക്കാരുടെ അടുക്കൽ നമ്മൾ മുഖം തിരിക്കാതെ അവരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതായി തീരുവാൻ നമുക്ക് കഴിയുമോ? അവരുടെ വേദനയുടെ അനുഭവത്തിൽ അവരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് കഴിയുന്നില്ല. മുമ്പ് ഉള്ളതിനേക്കാൾ പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമുക്ക് ഒരു വിധത്തിൽ അറിയാം. കാരണം നമ്മുടെ ഒന്നും ഭവനത്തിൽ പോലും നമുക്ക് സഹായിക്കുവാൻ ആളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അടുത്തുള്ളവരെ കൂടെ കാണുവാൻ നമുക്കിടയാകണം. ആവുന്നവർക്ക്, സ്വന്തത്തിലുള്ളവർ മാത്രമല്ല അടുത്തുള്ളവരെ കാണുവാൻ, ആവശ്യത്തിൽ അവരോട് ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു മരണ വീട്ടിൽ പോലും
അല്പസമയം പോയി ഇരിക്കുവാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയാണ്. ഒന്നാമത് ആരോഗ്യമില്ല, രണ്ടാമത് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സില്ല. നമ്മുടെയൊക്കെ മരണ വീടുകളൊക്കെ ഇപ്പോഴ് ശൂന്യമാണ്. നേരത്തെയൊക്കെ നമ്മളൊക്കെ പോയിരുന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പോൾ ആളുകളെ വിളിച്ചാണ്, വിലാപക്കാരെ വിളിച്ചാണ് പാട്ടൊക്കെ പാടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്കൊന്നും ഒത്തിരിയൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുക്കിലേക്ക് പോകുവാനായിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുവാനായിട്ട് ഇടയാകുമെങ്കിൽ നമുക്കും അങ്ങനെയുള്ളതായ സാഹചര്യം വരുമ്പോൾ നമ്മളോട് കൂടെയും ഉണ്ടാകും. ഈ ഇടയ്ക്ക് ഒരാളുമായിട്ടൊന്ന് സംസാരിച്ചപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഞങ്ങൾ ഈ നാട്ടിലോട്ട് വരുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറയുകയായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ്, ഞങ്ങൾ 10-30 വർഷമായിട്ട് 35-40 വർഷമായിട്ട് താമസിക്കുകയാണ്. അവിടെ തന്നെ താമസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കേരളത്തിൽ വന്നാൽ ആർക്കും ആരെയും പരസ്പരം ഒന്ന് കാണുവാൻ പോലും സംസാരിക്കുവാൻ പോലും സമയമില്ലാത്ത കാലമാണ്. ആണെങ്കിൽ ഞങ്ങൾക്കൊരു രോഗം വന്നാൽ ഞങ്ങളുടെ ആളുകളെല്ലാം ഞങ്ങളോട് കൂടെ ഉണ്ട്. ഞങ്ങളുടെ ആശുപത്രിയിലാണെങ്കിൽ എപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ മതി, അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഉള്ളതായ അവസ്ഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ആരും പറയുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും മറ്റുള്ളിടത്തേക്കൊന്ന് പറഞ്ഞു വിടുവാൻ, പ്രായമായവരുടെ അടുക്കൽ ഒന്ന് വിടാൻ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെയാണ് അമ്മയുടെ ജീവിതത്തിലെ ഈ ഒരു വൈശിഷ്ട്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യത്തിൽ കൂടെ ഇരിക്കുന്നതായ അമ്മ. അതുകൊണ്ട് നമ്മുടെ ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഈ ലോകത്തിലുള്ളതായ ജീവിതത്തിലും പല മാതൃകകളും നമുക്ക് വച്ചിട്ടാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മ പോയിട്ടുള്ളത്. ആ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ.